ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ കേൾക്കുന്ന ഒരു പ്രസംഗം പരിശുദ്ധാത്മ പ്രേരിതമാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ പ്രസംഗത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് പറ്റും? അതിനെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാം ധാരാളം തിരുവചന സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ പറയും, വളരെ നല്ല സന്ദേശമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നുണ്ട്. അപ്പം മറ്റു ചിലർ പറയും, ഒരിക്കലുമല്ല, ഇത് ദൈവാത്മാവല്ല പ്രവർത്തിക്കുന്നത്, ഇടപെടുന്നില്ല. ഇങ്ങനെ പരസ്പരം തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് തന്നെ സംശയമാണ്, ഏത് പ്രസംഗങ്ങളിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലാത്ത തിരുവചന സന്ദേശങ്ങൾ നമ്മൾ കേട്ടാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകത്തില്ല. നമ്മുടെ കാതുകൾക്ക് ഇമ്പമായും രസമായിട്ടും ഒക്കെ നമുക്ക് തോന്നും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതൊരു മാറ്റവും വരുത്തത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ധാരാളം സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ, അതായത് ഒരു പ്രസംഗത്തെ പരിശുദ്ധാത്മ പ്രേരണയിലാണ് ഒരു വ്യക്തി പ്രസംഗിക്കുന്നതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം, ദൈവവചന ശുശ്രൂഷയുടെ ഉള്ളടക്കം. രണ്ടാമത്തേത് നമ്മൾ കേൾക്കുന്ന മെസ്സേജ്, ആ സന്ദേശം നമ്മളിൽ വരുത്തുന്ന മാറ്റം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവമായ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളിത് മനസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കുന്ന ഓരോ ദൈവവചന സന്ദേശത്തെയും നമ്മൾ കേൾക്കുക, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം പലരും പല ഉദ്ദേശങ്ങളിലാണ് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നത്. ഒത്തിരി പേര് വഞ്ചിക്കപ്പെട്ടവരും ചതിക്കപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അതൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യത്തെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ദൈവവചനത്തിൽ നിന്നാണ് ഇത് പറയുന്നത്, വചനം തന്നെ തെളിവായിട്ട് എടുത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഒരു പ്രസംഗത്തെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അതിലുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട്, അപ്പോസ്തല പ്രവൃത്തികളിലെ ഏറ്റവും വലിയ പ്രസംഗങ്ങളിൽ ഒന്നായ ഒരു പ്രസംഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകമാണ്. വേദപുസ്തകത്തിൽ മറ്റൊരു പുസ്തകത്തിലും പരിശുദ്ധാത്മാവെന്ന് ഇത്രയധികം രേഖപ്പെടുത്തിയിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകമാണ്. രണ്ട്, ഈ പുസ്തകം പ്രസംഗങ്ങളുടെ പുസ്തകമാണ്. കാരണം 20ഓളം പ്രസംഗങ്ങളാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആത്മിക ശുശ്രൂഷകളിൽ ദൈവവചന ശുശ്രൂഷയുടെ പ്രാധാന്യതയെ നമ്മൾ മനസ്സിലാക്കണം. അതിനെ ചെറുതായി കാണാനായിട്ട് പാടില്ല. പക്ഷേ പ്രസംഗിക്കുന്ന പ്രസംഗത്തെ നമ്മൾ വിലയിരുത്തണം. ദൈവവചനപ്രകാരമുള്ളതാണോ, ദൈവാത്മാവിൻ്റെ ഇടപെടൽ അതിലുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് കഥകളും തമാശകളും കോമഡികളും, ഈ തിമോഥെയോസിൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ കർണരസമാക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ താൽക്കാലികമായി സന്തോഷിപ്പിക്കുന്ന വെറും സന്തോഷത്തിൻ്റെ പ്രസംഗങ്ങളും മാത്രമാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ നടത്തും, ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പക്ഷെ ഇതെല്ലാം കേട്ട് നിരന്തരമായി വർഷങ്ങൾ ഇതൊക്കെ കേട്ടിട്ടും കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം എങ്ങനെ നടത്തുമെന്നോ എങ്ങനെ അനുഗ്രഹിക്കുമെന്നോ ഒന്നും പല സമയങ്ങളിലും പറയുന്നില്ല. വളരെ പെട്ടെന്ന് ഞാൻ ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ്. പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പം ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്ന ആ ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്ക്. അപ്പം ഈ ഒരു പ്രസംഗം സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ്
കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമായിട്ട് വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അപ്പോസ്തോലനായ പത്രോസ് നടത്തുന്നൊരു പ്രസംഗമാണ്. അപ്പം നമുക്ക് മാതൃകയായിട്ട് എടുക്കാനുള്ളത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് തന്നെ ആദ്യത്തെ പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രസംഗം തന്നെ നമുക്ക് വിഷയമായിട്ട് എടുത്തേക്കാം. അതിനപ്പുറം മറ്റെന്തെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനുണ്ടോ? ഇല്ല. ആ പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കുക. 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. 16 മുതൽ 36, 37 വരെയുള്ള വാക്യങ്ങൾ ദീർഘമായൊരു പ്രസംഗമാണ്. ഈ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംസാരിച്ച പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം, ആ പ്രസംഗത്തിൻ്റെ കേന്ദ്ര വിഷയമെന്ന് പറയുന്നത് ദൈവരാജ്യവും യേശുക്രിസ്തുവിൻ്റെ മരണയടക്ക പുനരുത്ഥാനവും പഴയ നിയമ വ്യാഖ്യാനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായി അതിനെ പറഞ്ഞുകൊണ്ട് തെളിയിച്ചുകൊണ്ടുള്ള ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു. ശ്രദ്ധിക്കുക. അപ്പം പരിശുദ്ധാത്മാവിലുള്ള പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് കഥകളല്ല, കോമഡിയല്ല, വെറും മനുഷ്യൻ്റെ കാതുകൾക്ക് രസം പകരുന്നതല്ല. അങ്ങനെയുള്ള ഒരാത്മീക ശുശ്രൂഷ അത് വളരെ സീരിയസ് ആണ്. അതിൻ്റെ അകത്ത് യേശുക്രിസ്തുവിനെക്കുറിച്ചുണ്ടാകും, ദൈവരാജ്യത്തെക്കുറിച്ചുണ്ടാകും, മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ടാകും, മടങ്ങിവരവിൻ്റെ ബോധ്യം നമുക്ക് തരുന്നതായിരിക്കും, പാപത്തെക്കുറിച്ച് ബോധ്യം തരുന്നതായിരിക്കും, വചനത്തെ വചനത്താൽ വ്യാഖ്യാനം ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആ ഒരു മോഡൽ പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പോലും യോവേൽ പ്രവാചകൻ്റെ പ്രവചന പുസ്തകത്തിലെ വാക്യമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ദൈവാത്മ നിറവിലുള്ള ശുശ്രൂഷകളിൽ വചനത്തെ കോർത്തിണക്കി വചനത്തെ വചനത്താൽ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു കാര്യം പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ, തെളിയിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ശുശ്രൂഷകൾ നടക്കുന്നത്. ഇന്ന് വചനത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ മനസ്സിൽ തോന്നുന്നത് പോലെ, ഇഷ്ടമുള്ളതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് കേൾക്കുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പറയുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം നല്ലതാ, പക്ഷേ എന്താ കേട്ടെ ഒന്നും അറിയത്തില്ല. കാരണം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശുശ്രൂഷകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതിലൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പ്രിയരെ, അങ്ങനെയുള്ള ദൈവവചന ശുശ്രൂഷകൾ നമ്മുടെ ഹൃദയത്തിൽ മാറ്റത്തിലേക്ക് വരുത്തും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തേതിലേക്ക് ഞാൻ വരികയാണ്. നമുക്കറിയാം, തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങളെയൊക്കെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളും ഉപദേഷ്ടാക്കന്മാരൊക്കെ ഉണ്ടാകും. അതായത് ദൈവവചനത്തോട് ഒരു പൊരുത്തവുമില്ല, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ, കർണരസമാകുമാറ്, അതായത് നമ്മളെ ഇക്കിളിപ്പെടുത്തുന്ന, നമ്മളെ ചിരിപ്പിക്കുന്ന, നമ്മളോട് തമാശ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് വെറും എന്തൊക്കെയോ കുറച്ച് വൈകാരികമായ അനുഭൂതികൾ മാത്രം തരുന്ന, കുറച്ച് വൈകാരികമായ തള്ളലുണ്ടാക്കുന്ന കുറച്ച് പ്രസംഗങ്ങൾ. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ദൈവാത്മാവിലാണോ അല്ലയോ എന്ന് എൻ്റെ കേൾവിക്കാർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, പരിശുദ്ധാത്മാവിലുള്ള ഒരു ശുശ്രൂഷ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത്, ഒരു ദൈവവചന ശുശ്രൂഷ നമ്മൾ കേൾക്കുമ്പം അത് ദൈവാത്മാവിലാണെങ്കിൽ ആ ദൈവവചനം നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഈ ഒരു പ്രസംഗം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോട്, അപ്പോസ്തലന്മാരോട്, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടുന്നത്? ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ,
യഥാർത്ഥമായ ആത്മനിറവിലുള്ള ദൈവാത്മപ്രേരിതമായ തിരുവചന ശുശ്രൂഷകൾ കേൾവിക്കാരനിൽ രൂപാന്തരം വരുത്തും. അതായത് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും നമ്മുടെ കാതുകളോടല്ല സംസാരിക്കുന്നത്, അത് ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. അത് നമ്മുടെ അന്തരാത്മാവിൽ ഇടപെടും. അതുകൊണ്ടാണ് യെരുശലേമിൽ നിന്ന് യമൂസിലേക്ക് യാത്ര ചെയ്തു പോയ 2 പേർ ലക്ഷ്യം തെറ്റിയവരായി, സംശയമുള്ളവരായി, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ തർക്കിച്ചും വാദിച്ചും കൊണ്ടൊക്കെ അവരിങ്ങനെ വഴിയാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ അവരോട് കൂടെ യേശു നടന്നു. അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല, രോഗം സൗഖ്യമാക്കിയില്ല, വഴി കിടന്ന കല്ലൊന്നും അപ്പമാക്കിയില്ല, രാത്രിയെ പകലാക്കിയില്ല. അവരോട് തിരുവെഴുത്തിലും മോശ തുടങ്ങിയ പ്രവാചക പുസ്തകങ്ങളിലുമൊക്കെ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വചനത്തിലൂടെ തെളിയിച്ചു. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. കണ്ടോ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതായത് യഥാർത്ഥമായ തിരുവചന ശുശ്രൂഷ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തും, പാപബോധം വരുത്തും, ലക്ഷ്യത്തിലേക്ക് മടക്കി വരുത്തും, മാനസാന്തരത്തിൻ്റെ ആവശ്യകത നമുക്കുണ്ടാക്കും. നമ്മൾ ഇനിയും കറക്റ്റാകാനുണ്ട്, ഞാൻ ഇനിയും ശരിയാകാനുണ്ട്, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. ഇങ്ങനെയൊന്നും ഉള്ള അനുഭവങ്ങൾ ജനിപ്പിക്കാത്ത ശുശ്രൂഷകളോ ആരാധനകളോ പ്രസംഗങ്ങളോ ദൈവികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് അംഗീകരിക്കാനായിട്ട് പറ്റും, പക്ഷേ റിയാലിറ്റി ഇതാണ്. നമ്മളൊന്ന് നോക്കിക്കേ, നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ ദീർഘവർഷങ്ങളായി ദൈവവചന ശുശ്രൂഷ കേട്ടിട്ട് ആളുകൾക്ക് മാറ്റമുണ്ടാകുന്നില്ല. മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥമായ പരിശുദ്ധാത്മാവിലുള്ള ഒരു ശുശ്രൂഷ ഒരു സ്ഥലത്ത് നടന്നാൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിന്ന് ചിലത് ആവശ്യപ്പെടും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കുത്തൽ കൊണ്ടുവരും. അവർ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ സാധാരണ എൻ്റെ വീഡിയോകളിൽ പറയുന്നത് പോലെ ഇന്നത്തെ എല്ലാവരുമല്ല, നന്നായി ദൈവവചനം പ്രസംഗിക്കുന്ന അനുഗ്രഹീതരായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തെ തിരുവചന ശുശ്രൂഷകളിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു അപകടം, പ്രസംഗിക്കുന്നത് ഒരു ഭാഗമേ ഉള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയും, നിന്നെ വിടുവിക്കും, നിന്നെ സൗഖ്യമാക്കും, നിൻ്റെ പ്രശ്നങ്ങൾ മാറ്റും. പക്ഷേ ഒരു വ്യക്തി ദൈവം മുമ്പാകെ എന്താകണമെന്ന് ആരും പറയുന്നില്ല. പറയാത്തതിനും കാര്യമുണ്ട്, കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. പൊതുവേ ആളുകൾ ശരിയാകാൻ താല്പര്യം കാണിക്കാറില്ലെന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം മുമ്പാകെ കണക്ക് കൊടുക്കണമെന്നുള്ള നല്ല ബോധ്യത്തോടെ ദൈവവചനത്തിൻ്റെ അകത്തുനിന്ന് ഒരു പടി പോലും മാറരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഈ ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് തന്നെ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, വചനം കേട്ടവർ അവിടെ സൗഖ്യമായെന്നോ വിടുവിക്കപ്പെട്ടെന്നോ ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്. വചനം കേട്ടവർ പറയുകയാണ്, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഞങ്ങളിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ ആരെല്ലാം യഥാർത്ഥമായി ദൈവത്തെ കണ്ടെത്തിയിട്ടുണ്ടോ അവരെല്ലാം ഇനി ഞാൻ എന്തു ചെയ്യണം? പ്രവാചകനായ യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വാസ്തവമായ ദൈവസാന്നിധ്യം കണ്ട യെശയ്യാവ്, ഞാൻ ഇനി എന്തു ചെയ്യണം? എനിക്ക് വേണ്ടി പോകണമെന്നുള്ള ശബ്ദം കേൾക്കുകയാണ്. താൻ കുറ്റക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ആളാണെന്ന് മനസ്സിലായി. സെറാഫുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന സെറാഫുകളുടെ കൂടെ തുള്ളിച്ചാടി ആരാധിക്കുകയല്ലേ യെശയ്യാവ് ചെയ്തത്. യെശയ്യാവിന് തൻ്റെ കുറ്റത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി, പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി. ആ ബോധ്യമുണ്ടായ മനുഷ്യൻ ആ തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ ഒരു ശുദ്ധീകരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കി. തനിക്കങ്ങനെ ഒരു ശുദ്ധീകരണം ലഭിക്കുകയും പിന്നീട് വേദപുസ്തകത്തിൻ്റെ അകത്തെ വേദപുസ്തകം എന്നുള്ള ഒരു പുസ്തകമായി യെശയ്യാവിൻ്റെ പുസ്തകം മാറി. 66 അധ്യായങ്ങളുള്ള ബൈബിളിനുള്ളിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം പ്രവാചകനായ യെശയ്യാവാണ്. അത്ര ശക്തനായ ഒരു പ്രവാചകനായി അദ്ദേഹം മാറുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശുദ്ധീകരണവും ദൈവസന്നിധിയിൽ തനിക്കുണ്ടായ ചില തിരിച്ചറിവുകളുമാണ്. അപ്പോൾ വാസ്തവമായ ചില തിരിച്ചറിവുകൾ ജീവിതത്തിൻ്റെ അകത്തുണ്ടായാൽ നമുക്കുണ്ടാകുന്ന മാറ്റം ഭയങ്കരമായിരിക്കും.
ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു വ്യക്തി മാറാൻ തയ്യാറായാൽ മറ്റാരും ചിന്തിക്കുന്നതിനപ്പുറത്ത് ആ വ്യക്തിയെ ദൈവം ഉപയോഗിക്കും. ദുഃഖകരമെന്ന് പറയട്ടെ, എങ്ങനെ ആ മാറ്റത്തിലേക്ക് എത്തണമെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. അതിനായി ദൈവസന്നിധിയിൽ ഇരിക്കാനോ ദൈവവചനത്തിലൂടെ കണ്ടെത്താനോ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനോ തയ്യാറാകാതെ മറ്റെന്തിലൊക്കെയോ ഉടക്കിക്കിടക്കുകയാണ് ഒട്ടുമിക്ക ആളുകളും. എന്നാൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി നമ്മുടെ കുറവുകൾ ക്രമീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ ഇണങ്ങിയ ആയുധമായി തൻ്റെ കരങ്ങളിൽ നമ്മളെ ഉപയോഗിക്കാനായി ദൈവം തയ്യാറായിരിക്കുക. പലരും ഉപയോഗിക്കപ്പെടാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അല്ലെങ്കിൽ അവർ സ്റ്റക്കായവരായി, ജീവിതത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തവരായി, മുന്നേറാൻ കഴിയാത്തവരായി ഒട്ടുമിക്ക ആളുകളും നിൽക്കുന്നതിൻ്റെ കാരണം എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ അന്ധമായി പോയിരിക്കുക. ഈ ഒരു ദൈവവചന സന്ദേശമെങ്കിലും കണ്ണുകൾ തുറപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവരത് കേട്ടു, കുത്തുകൊണ്ടു. ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. ഉടനെ അവരോട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥമായ ദൈവവചന ശുശ്രൂഷ മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. നമ്മളെ നിൽക്കുന്ന നിലവാരത്തിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുവരും. നമ്മളൊരു ദൈവവചനം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുക, എനിക്കൊന്ന് മാറണം, എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചാൽ പോരാ, ഞാൻ വന്ന വഴി ശരിയല്ല, എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, എനിക്ക് കുറച്ചുകൂടെ ദൈവത്തോടെ എടുക്കണം, ദൈവം പറയുന്നത് എനിക്ക് അനുസരിക്കണം, ദൈവത്തിൻ്റെ വഴിയിൽ എനിക്ക് നടക്കണം, എനിക്ക് നിത്യതയിലേക്ക് പോകണം, എനിക്കൊരു മാറ്റം ആവശ്യമാണ് എന്നൊരു ചിന്ത ഉള്ളിൽ വന്നെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ് സൈൻ. അതൊരു നല്ല സൈനാണ്. അതായത് നമ്മൾ ശരിയായ പാതയിലാണ്. അല്ല, എനിക്കിനിയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഒരാൾ പോകുന്നതെങ്കിൽ അവരുടെ വളർച്ച അവിടെ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ ബൈബിൾ തന്നെ നിങ്ങൾ തുറന്നു ഞാനീ പറയുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുക. കണ്ടോ, അടുത്തത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. അടുത്തത്, മറ്റു പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്നാണ് പറയുന്നത്. കണ്ടോ, ആ തലമുറ വക്രതയുള്ളതാണ്, രക്ഷിക്കപ്പെടുക എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇന്നത്തെ കാലത്തെ പ്രസംഗങ്ങളെല്ലാം കേൾക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ആസ്വദിക്കണം, കുറച്ചുകൂടെ ജീവിതം ഒന്ന് പോകണം, ഒന്ന് അടിച്ചു പൊളിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ് പല പ്രസംഗങ്ങളും നമ്മുടെ ഉള്ളിൽ തരുന്നത്. യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് വക്രതയുള്ള തലമുറയാണ്. ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം, ഇതിൽ നിന്നൊരു മാറ്റം ആവശ്യമാണ്. ഇപ്പോൾ നിൽക്കുന്നത് പോലെ പോയാൽ പോരാ, ഇനിയും മാറേണ്ടതായിട്ടുണ്ട്, ഇനിയും വ്യത്യാസമുണ്ടാകണം. ഇതുവരെ വന്ന വഴികളല്ല, വെറുതെ പ്രസംഗം കേട്ട് കേൾവിക്കാരായിട്ടിരിക്കാനല്ല. ഓ, നല്ല മെസ്സേജ്, എത്ര നല്ല മെസ്സേജ് എന്ന് പറഞ്ഞ് മെസ്സേജിന് ഇവാലുവേഷൻ കൊടുത്തിട്ട് പോകാനല്ല. ഞങ്ങളൊക്കെ ഈ ടാലൻറ്റ് ടെസ്റ്റുകളിലൊക്കെ ജഡ്ജസായിട്ട് പോകുന്നവരാണ്. അപ്പം അവിടെ ഈ പ്രസംഗ മത്സരത്തിന് മാർക്കിടുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യും. ഔട്ട് ഓഫ് 10 മാർക്ക് ഇടുന്നത്. 9, 8, 7 ഒക്കെ ഇട്ട് 9 വിട്ടൊന്നും ഇടാറില്ല. അപ്പം നമ്മളിങ്ങനെ മാർക്കിടും. അപ്പം എന്ന് പറഞ്ഞതുപോലെ ആ ദൈവദാസൻ്റെ പ്രസംഗത്തേക്കാൾ ഈ ദൈവദാസൻ്റെ പ്രസംഗം നല്ലതാണ്, ഇത് നല്ലതാണ്, ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നല്ലതാണ്. പക്ഷേ നമ്മിൽ എന്തു മാറ്റമാണ് ഈ ശുശ്രൂഷകൾ വരുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ ഒരുപാടിടത്ത് കാണുമ്പോൾ പ്രസംഗങ്ങൾക്കൊരു കുറവില്ല, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു മാറ്റം നമ്മിൽ ഉണ്ടാകുന്നുണ്ടോ? അവരോടത് പറഞ്ഞു, അവരത് കേട്ടിട്ട് അവർ പിന്തിരിഞ്ഞു പോയില്ല. അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവൻ്റെ വാക്ക് കേട്ടവർ സ്നാനമേറ്റു. 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തോലന്മാരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടെന്ന് പറയുന്നതല്ലാതെ മാറ്റങ്ങളിലേക്ക് പല സ്ഥലങ്ങളിലും പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു രൂപാന്തരം, മാറ്റം,
നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും ഒക്കെ ഒരു മാറ്റം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് ഇതിനപ്പുറത്തുള്ള നിത്യമായ ജീവിതത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ സകല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ തന്ന് എങ്ങനെയും ജീവിച്ച് നിത്യനരകത്തിലേക്ക് എത്തപ്പെടാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം വണ്ടി വേണ്ടാന്നോ, വീട് വേണ്ടാന്നോ, കുടുംബം വേണ്ടാന്നോ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ചധികം ദൈവമക്കളുടെ അല്ലെങ്കിൽ കുറച്ച് അധികം ആളുകളുടെ ഒരു പാസ്റ്ററുടെ ആയതുകൊണ്ട് എനിക്കറിയാം വീടില്ലാത്തവൻ്റെ വേദനയും കുഞ്ഞുങ്ങളെ ഫീസ് ഒത്തിരി വേദനകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരാൾ തന്നെയാണ്. അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് നിത്യതയുടെ ലക്ഷ്യത്തിൽ ഈ യാത്ര ചെയ്തു പോകുന്ന ഓരോരുത്തരും അവിടെയാണ് യഥാർത്ഥമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഉള്ളത്. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മൾ കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ. നമ്മുടെ കാതുകളോടല്ല, വചനം ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, മനുഷ്യ ഹൃദയങ്ങളെ പരിവർത്തനം വരുത്തുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. 1, പ്രസംഗങ്ങളുടെ ഉള്ളടക്കം. 2, ഒരു പ്രസംഗം കേൾവിക്കാരനിൽ വരുത്തുന്ന മാറ്റം. അനേക നാളുകളായി ഞാനും നിങ്ങളുമൊക്കെ പ്രസംഗിക്കുന്നവരും ദൈവവചനം കേൾക്കുന്നവരുമാണ്. നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ല, കഴിഞ്ഞ ദിവസത്തേക്കാൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ആ ഗ്രാഫ് നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ യഥാർത്ഥമായ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വളർച്ചയിലേക്ക് എത്തട്ടെ. അല്ലാതെ വെറുതെ നേരം പോക്കിന് സമയം കളയാനായിട്ടും എന്തിനാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്? കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.